ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ പഠനമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനം, ഒരു ശരിയായിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് മാക്സിമം നിങ്ങളെല്ലാ പ്രീവിയസ് ഒക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്ത് പോവുക. സമയമൊന്നും പാഴാക്കാനില്ല. നമുക്ക് ഉടനെ തന്നെ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനെ കുറിച്ചുള്ള കുറച്ച് അനാലിസിസ് ആണ്. അപ്പോൾ എന്തൊക്കെ പഠിക്കാം, എങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ കാണുക. നമുക്കറിയാം, കഴിഞ്ഞ തവണ നമ്മുടെ 20 മാർക്സിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. അത് പൊതുവിതരണം, സിവിൽ സപ്ലൈസ് അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്നൊക്കെ പറഞ്ഞ് 20 മാർക്സിൻ്റെ മാക്സിമം നമ്മൾ ഒരുപാട് പേര് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചവരുണ്ട്. എന്ന് വെച്ചാൽ അതൊരു ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് ആയിരുന്നു അതെല്ലാം. അപ്പം കിട്ടുന്ന യൂട്യൂബ് വീഡിയോസിൽ നിന്നും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരുപാട് പേര് പഠിച്ചത്. ഞാനും അങ്ങനെ പഠിച്ചതാണ് കഴിഞ്ഞ തവണ. അപ്പോൾ നമുക്ക് അറിയാം എത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു റാങ്ക് ലിസ്റ്റിലോട്ട് വരുന്നതും. അത് മാക്സിമം നമ്മൾ എടുക്കാത്ത രീതി എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ എഫേർട്ട് എപ്പോഴും നമ്മൾ അതിനനുസരിച്ച് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു ചേഞ്ച് നമുക്ക് വന്നുകൊണ്ടിരിക്കും. മാക്സിമം നമ്മൾ പഠനത്തിൽ തന്നെ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത് തന്നെ നമ്മുടെ ജീവിതം തന്നെ മാറ്റുന്ന രീതിയിൽ നമ്മുടെ റിസൾട്ടുകൾ വരും. മാക്സിമം നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ PSC റിസൾട്ട് നമുക്കൊരു നല്ലൊരു റിസൾട്ട് നേടിത്തരാനും നമുക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ ഇടാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. നമുക്കിപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് നമ്മുടെ ഇത് വേക്കൻസി കുറവാണ്, അല്ലെങ്കിൽ നമ്മുടെ അഡ്വൈസൊക്കെ കുറച്ചാണ് വിളിച്ചിട്ടുള്ളതെന്നൊന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. കാര്യം ഇത് LDയുടെ സിലബസ് തന്നെയാണ്. മാക്സിമം നമ്മൾ വർക്ക് ചെയ്യുക. LD നമ്മളെങ്ങനെ പഠിച്ചോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രിലിംസ് കഴിഞ്ഞു, OAയുടെ ഒരുവിധം ഇനി ഒരു എക്സാമും കൂടെ അല്ലേ ഉള്ളൂ. അപ്പം മാക്സിമം നമ്മൾ എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് ആ ഒരു റിസൾട്ട് നമ്മളിപ്പം എത്തിയ ഒരു മാർക്കിലോട്ട് എത്തിപ്പെട്ടതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ ഒരു കൺസിസ്റ്റൻസി തന്നെ കൊണ്ടുവരിക. ഇനി എക്സാംസ് ഉണ്ട്, ഇതേ സെയിം പാറ്റേൺ തന്നെയാണ്, സെയിം സിലബസ് തന്നെയാണ്. വളരെ വലിയ വ്യത്യാസമൊന്നുമില്ല. മാർക്സിലെ ഡിസ്ട്രിബ്യൂഷൻ്റെ കുറച്ച് വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ 20 മാർക്സ് ഒന്ന് മാറിയത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ എക്സാംസിന് പഠിച്ചുകൊണ്ടിരുന്നോ, അല്ലെങ്കിൽ LD നമുക്ക് കൈവിട്ട് പോയ ഒത്തിരി പേര് കാണും. അത് അങ്ങനെയുള്ളവർക്ക് നമുക്കറിയാം ഒരുവിധം മാക്സിമം കവർ ചെയ്ത ഒരുപാട് സിലബസ് കവർ ചെയ്ത ഒരുപാട് പേര് കാണും. അവർക്ക് ഇതൊരു റിവിഷനായിരിക്കും. അതെല്ലാം ഓരോരോ റിവിഷനായിട്ട് ഓരോരോ ആഴ്ച വീക്കിൽ ഓരോ ദിവസം എടുത്തിട്ട് ചെയ്തു വരിക. അങ്ങനെ ഏതൊക്കെ ദിവസങ്ങൾ നമുക്ക് വീക്കിൽ ടൈം ടേബിൾ ഇടുകയാണെങ്കിൽ അങ്ങനെ ഒരു റിവിഷൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഡെയിലി നമുക്കൊരു റിവിഷൻ ടൈം കൊണ്ടുവരാം. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് റിവിഷൻ മെത്തേഡും കൂടെ കൊണ്ടുവന്ന് വളരെയധികം യൂസ്ഫുള്ളാക്കി നമുക്ക് മാക്സിമം ഇതിൻ്റെ നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്ത് ഒരു 50 റാങ്ക് ലിസ്റ്റിൽ ഒരു 50 റാങ്കിന് ഇടയ്ക്കൊക്കെ വരാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് കിട്ടും എന്നുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മാക്സിമം നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിലൊരു പോം വഴി എന്ന് പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ തവണ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ 4 മാർക്കേ ഉള്ളായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അത് 5 മാർക്കായിട്ടുണ്ട്. അപ്പം ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയേഷനാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ആ 20 മാർക്സിൻ്റെ ആ സ്പെഷ്യൽ ടോപ്പിക്സ് മാറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എത്രത്തോളം ഏതിലൊക്കെ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെയുള്ള നമ്മുടെ പഠന സംവിധാനം എന്നുള്ളതാണ്. സംവിധാനം എന്നുള്ളതുള്ളതിൽ നമ്മൾ ഇപ്രാവശ്യം 5 മാർക്കിനാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ അതൊരു 3 ആയിരുന്നു. പിന്നെ ലൈഫ് സയൻസ് നമുക്കറിയാം 4 മാർക്കായിരുന്നു, ഇപ്പോൾ അതൊരു 6 മാർക്കായിട്ടുണ്ട്. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും 3 മാർക്ക് തന്നെയാണ്. പിന്നെ നമ്മുടെ ആർട്സ് ആൻഡ് കൾച്ചറൊക്കെ 5 മാർക്കാണ്, ഇപ്പം കഴിഞ്ഞ 4 മാർക്കായിരുന്നു. IT സെയിം മാർക്ക് തന്നെയാണ്. പിന്നുള്ളത് നമ്മുടെ സുപ്രധാന നിയമങ്ങളാണ്, അത് 4 മാർക്കിനുള്ളത് ഇപ്പോൾ 5 മാർക്കിനായി. പിന്നെ കറണ്ട് അഫേഴ്സ് നമുക്കറിയാം 10 മാർക്കിന് കറണ്ട് അഫേഴ്സ് ആയിരുന്നു, ഇപ്രാവശ്യം അത് 20 മാർക്കിനാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ മാത്സും ഇംഗ്ലീഷും മലയാളം ആസ് യൂഷ്വൽ നമുക്ക് 10 മാർക്കിന് തന്നെയാണ് കേട്ടോ. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ കുറച്ചൊന്ന് മാറി അവർ ചിന്തിക്കും എന്നുള്ളതാണ് കാര്യം. നമുക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്സ് എടുത്ത് മാറ്റിയത് കാര്യം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും. പിന്നെ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുക, നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് എടുത്ത് പഠിക്കുക. അപ്പം LDയിൽ നമ്മൾ എത്ര പഠിച്ചാൽ അത് തന്നെയാണ് വേണ്ടത്. എന്നാലും കുറച്ചും കൂടെ നമുക്കറിയാം +1 +2ൻ്റെ സിലബസിൽ കുറച്ച് ടോപ്പിക്സൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. LDയുടെ തന്നെ കണ്ടിന്യൂഷനായിട്ട് വരുന്നുണ്ട്, ചെറിയ ചാപ്റ്റേഴ്സൊക്കെ. അതും കൂടെയൊക്കെ എടുത്ത് പഠിച്ച് നമ്മളൊരു കൺസിസ്റ്റൻസി കൊണ്ടുവരിക. മാക്സിമം നമ്മൾ അതിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ എത്രത്തോളം എഫേർട്ട് കൊടുക്കാമോ, നമുക്ക് എത്രത്തോളം അതിൽ തന്നെ നമുക്ക് ആ ഒരു എക്സാമിലാണെങ്കിലും അതിൽ നമുക്ക് മാക്സിമം എത്രത്തോളം കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൽ വർക്ക് ചെയ്യുക. നമ്മൾ SCERT എടുക്കുക, NCERT എടുക്കുക, എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. മാക്സിമം നമ്മൾ എത്രത്തോളം റാങ്ക് ഫയൽ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക, മാത്സ് ചെയ്ത് നോക്കുക. കറണ്ട് അഫേഴ്സ് ഡെയിലി യൂസിൽ നമ്മൾ കറണ്ട് അഫേഴ്സ് കൊണ്ടുവരിക. രാവിലെ മോർണിംഗ് കൊണ്ടുവരിക, ഈവനിങ് അതൊരു റിവിഷനിൽ കൊണ്ടുവരിക. അങ്ങനെ മാക്സിമം എത്രത്തോളം കൊണ്ടുവരാമോ നമുക്ക് ഒരു പഠനത്തിൽ ഒരു എക്സാം മതി. മാക്സിമം നമ്മൾ ഒരു 50-നകത്തുള്ള റാങ്ക് വരണമെങ്കിൽ തന്നെ എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പം ഈ സെയിൽസ് അസിസ്റ്റൻ്റ് ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കറിയാം നമ്മുടെ കയ്യിലൊരു സിലബസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ LDയുടെ സിലബസ് ഉണ്ടെങ്കിൽ അത് തന്നെ മതി. പക്ഷേ കുറച്ചും കൂടെ ഡെപ്തിലായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ.
കറണ്ട് അഫേഴ്സ് ആണെങ്കിലും ഇപ്പോൾ മാർക്സിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആർട്സ് ആണെങ്കിൽ 5 മാർക്ക് വന്നിട്ടുണ്ട്, പിന്നെ കറണ്ട് അഫേഴ്സ് 20 മാർക്കിന് വന്നിട്ടുണ്ട്. ലൈഫ് സയൻസിന് കുറച്ചും കൂടെ നമ്മൾ ഇത് കൊടുക്കണം, ഫോക്കസ് കൊടുക്കുക, 6 മാർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ പല പല സബ്ജക്റ്റിന് പലതായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വരുത്തിയിട്ട് ആ 20 മാർക്ക് എല്ലായിടത്തും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ പറയാം. പക്ഷേ കഴിഞ്ഞ തവണ നമുക്ക് എഴുതിയവർക്ക് അറിയാം നമ്മൾ എത്രത്തോളം എഫേർട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ആ സ്പെഷ്യൽ ടോപ്പിക്സൊക്കെ പഠിച്ചെടുത്തതെന്ന്. ഈ പ്രാവശ്യം നമുക്ക് അത്രയും ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. അത് നമ്മുടെ ഒരു ഭാഗ്യം, ഒരു ലക്ക് തന്നെയാണിത് കേട്ടോ. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാര്യം എത്ര കുറച്ച് പേര് നമുക്ക് അഡ്വൈസ് വിളിച്ചാലും എന്തായാലും മാക്സിമം ഒരു 50 പേര് എന്തായാലും വിളിക്കും. അപ്പോൾ അതിനകത്ത് വരാനുള്ള ഒരു ചാൻസ് ആണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വർക്ക് ചെയ്യുക. അപ്പം സമയം നമ്മൾ എത്രത്തോളം ആ ഒരു ടൈമൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് എനിക്ക് ഇന്നത്തെ തന്നെ പഠിച്ചു തുടങ്ങാം. ഇനിയിപ്പോൾ ദിവസങ്ങളില്ല, ഇനിയിപ്പോൾ ഉടനെ തന്നെ പ്രിലിംസും ഇല്ല, ആകെ ഒറ്റ എക്സാമേ ഉള്ളൂ. അപ്പോൾ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, വേറെ ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ എത്രത്തോളം പഠിക്കാൻ പറ്റുമോ മാക്സിമം വർക്ക് ചെയ്യുക, പഠിക്കുക. അപ്പം നിങ്ങൾ എപ്പോഴും ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ടായിരിക്കുക, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. എപ്പോഴും ഒരു വീഡിയോ കണ്ട് നമ്മൾ മോട്ടിവേഷൻ വരുന്നതിനേക്കാളും നമ്മളെ പഠനത്തിലുള്ള കൺസിസ്റ്റൻസി എപ്പോഴും കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും പഠിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.